നമുക്ക് നല്ല ഡാർക്ക് കളേഴ്സിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ കാണാം കേട്ടോ. 925 മാത്രമേ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന, അതായത് ഒരു ക്രേപ്പിന്റെ ഒക്കെ അതേ ഫീല് തരുന്ന റയോൺ ഫാബ്രിക് ആണ്. നല്ല മെറ്റീരിയൽ ആണ്, ഒരു കംപ്ലൈന്റും വരത്തില്ല കേട്ടോ. നല്ല ഡാർക്ക് മെറൂൺ കളറാണ് കേട്ടോ. നല്ല ഡാർക്ക് കളറാണ്, ഒരു കംപ്ലൈന്റും വരാത്ത മെറ്റീരിയൽ ആണ്. ഏറ്റവും പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ. ദേ ഇത് മടക്കി വെച്ചിരിക്കുകയാണ്. നല്ല നീളവും ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ളതാണ്. ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുമ്പോൾ അതാ ഈ ഒരു മെറ്റീരിയലാണ് ബോട്ടത്തിൻ്റെത് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ബോട്ടത്തിന്റെ മെറ്റീരിയൽ കൊണ്ട് ടോപ്പ് തയ്ക്കാവുന്ന അത്രത്തോളം കറക്റ്റ് 2.5 മീറ്ററിന്റെ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. വേണ്ടേ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രഷ്ഡ് മെറ്റീരിയലിന്റെ അതേ ഫീലിങ്ങിൽ വരുന്ന റയോൺ മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് മെറൂൺ ഷെയ്ഡ് തന്നെയാണ്, ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ്. ബീഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ദുപ്പട്ട വരുമ്പോൾ ദേ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. 925 മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ചില്ലി റെഡ് ആണ് കേട്ടോ. ആ ഒരു ചുങ്കിടി പ്രിന്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന റയോൺ മെറ്റീരിയലും ആണ്. ദേ ദുപ്പട്ട, ഇതിന്റെ ദുപ്പട്ട ഈ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ലാസ്റ്റ് കളർ വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ കേട്ടോ. ഇത് നേവി ബ്ലൂവിന്റെ അങ്ങ് ഡീപ്പായിട്ട് വരുന്ന ബ്ലൂ കളറാണ്. നല്ല ലെങ്തിലാണ് വരുന്നത്. ഇത് കുറച്ച് അകത്തോട്ട് മടക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. 925 മാത്രമേ ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ. ദുപ്പട്ട വരുമ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത്. ഒരു കംപ്ലൈന്റും വരാത്ത. ഫസ്റ്റ് നമ്മൾ തനിച്ചിട്ടൊന്ന് വാഷ് ചെയ്യണം. കുറച്ച് എക്സസ് ആയിട്ടുള്ള കളറൊക്കെ ഒന്ന് ബ്ലീഡ് ചെയ്യും. പിന്നീട് കുഴപ്പമില്ല കേട്ടോ. ആദ്യത്തെ തവണ മാത്രം നമ്മളൊന്ന് വാഷ് കെയർ ചെയ്ത് സൂക്ഷിക്കുക. 925 റേറ്റ് വരുന്നത്. നല്ല കളർ കോമ്പിനേഷൻ.